ശ്രീ രാഹുൽ ഈശ്വറിനെ കാണുമ്പോൾ എനിക്ക് രാജമാണിക്യത്തിലെ സൈമൺ നാടാരെയാണ് ഓർമ്മ വരുന്നത്. ഓർമ്മയില്ലേ? രാജശെൽവത്തെ പുറത്തിരുന്ന് കൈയടിച്ച് മൂപ്പിച്ച് എല്ലാ കുഴപ്പത്തിലും കൊണ്ടുവന്ന് എത്തിക്കുന്ന സതീർത്ഥ്യനെ എന്നപോലെ. ഇപ്പോൾ നോക്കൂ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് കണ്ടിട്ട് രാഹുൽ ഈശ്വറിനെയോ രാഹുൽ മാങ്കൂട്ടത്തിനെയോ കളിയാക്കാൻ വേണ്ടിയിട്ടുന്ന വീഡിയോ അല്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്നലെ രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടിയില്ല, 14 SC റിമാൻഡിലകത്തായി. എന്തുകൊണ്ട് ജാമ്യം കൊടുത്തില്ല എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാഹുൽ ഈശ്വർ പറയുമ്പോൾ നമുക്ക് ലൈക്ക് കൊടുത്തിട്ടുണ്ട്, ഷെയർ കൊടുത്തിട്ടുണ്ട്, കമൻസ് പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഈശ്വർ പറഞ്ഞതാണ് ശരി എന്ന് പറയുന്നുണ്ട്. പക്ഷേ രാഹുൽ ഈശ്വറിന് നിയമത്തിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം. എന്നിട്ടും രാഹുൽ ഈശ്വർ എന്താണ് കാണിച്ചു കൂട്ടിയതെന്ന് വെച്ചാൽ 1, 2, 3, 4 പോരായ്മകളാണ് അതിൽ സംഭവിച്ചത്. മെയിൻ കാര്യം, രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സപ്പോർട്ടല്ല ചെയ്യേണ്ടിരുന്നത്. രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തോട്ടെ, പക്ഷേ അതിൽ അതിജീവിത എന്ന് ഈ മീഡിയക്കാർ പറയുന്ന അതിജീവിതയെ ഭയങ്കരമായിട്ട് മോശമായി സംസാരിച്ചു. അതാണ് ഒന്നാമത്തെ തെറ്റ്. അതിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും തെറ്റുകാരനാണ്, ഈ പെൺകുട്ടിയും തെറ്റുകാരിയാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിന് പകരം രാഹുൽ ഈശ്വർ എന്താ ചെയ്തേ? ഭയങ്കരമായിട്ട് ഈ പെൺകുട്ടിയെ ഭയങ്കര ടാർഗറ്റ് ചെയ്ത് അടിച്ചുകൊണ്ടിരുന്നു. ഒന്നാമത്തെ കാര്യം അത്. പിന്നെ അതിന് വേണ്ടിയിട്ട് രാഹുൽ ഈശ്വർ സ്ഥാപിച്ചതുണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാതെ കല്യാണം കഴിഞ്ഞത് മറച്ച് വെച്ച് ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ച് എന്നിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷം കുഞ്ഞുണ്ടായി. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയുമ്പോൾ എങ്ങനെ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ മാധ്യമങ്ങളിലും പിന്നെ ആളുടെ ചാനലിലെല്ലാം വന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തിനങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ കേരള സമൂഹമാണല്ലോ. അപ്പോൾ മറ്റൊരുത്തിൻ്റെ ഭാര്യയായിട്ട് ഈ പെൺകുട്ടി വേറെ പരിപാടിക്ക് കളിക്കാൻ പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പെൺകുട്ടിയേനെ കുറ്റം പറയുള്ളൂ. അതിനുവേണ്ടി ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് ഫസ്റ്റ് ദിവസം ഈ പറയുന്ന എനിക്കാണെങ്കിൽ രാഹുൽ ഈശ്വറാണ് ഈ കുട്ടിയെ കല്യാണം കഴിഞ്ഞു എന്ന് വന്നിട്ട് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്കത് ആ പെൺകുട്ടി എന്തെങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ അത് വേറൊരാൾക്ക് തെറ്റ് ചെയ്യാനുള്ളൊരു ലൈസൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അത് പൊളിയാണ് എന്ന് അടുത്ത ദിവസം തന്നെ തെളിഞ്ഞു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചപ്പോൾ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഞാൻ ഈ പെൺകുട്ടി ഫേസ്ബുക്കിൽ ഇങ്ങോട്ട് പരിചയപ്പെട്ടു. ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം ആ പെൺകുട്ടി കുടുംബത്തിലുണ്ടായ ഫാമിലി ഇഷ്യൂ, അവർ തമ്മിൽ ഭാര്യയും ഭർത്താവും ഇഷ്യൂ ആയിരുന്നു. അത് തീർക്കാൻ വേണ്ടി എന്നോട് സംസാരിച്ച് ഞങ്ങളത് ഫ്രണ്ട്ഷിപ്പ് അവസാനം ലൈംഗികത ബന്ധത്തിൽ ഏർപ്പെടാൻ വരെ എത്തി, പ്രേമമായി അങ്ങനെ എത്തിയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൺസെൻറ്റോടെ ചെയ്തതാണ് എന്ന് വ്യക്തമായിട്ട് മുൻകൂർ ജാമ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പോലും രാഹുൽ ഈശ്വർ അതിനെ വീണ്ടും അടുത്ത ദിവസം മാധ്യമങ്ങളിൽ പറയുമ്പോൾ എനിക്കത് തെറ്റുപറ്റിയതാണ് എന്നുള്ളൊരു വാക്ക് പോലും രാഹുൽ ഈശ്വർ പറഞ്ഞില്ല. അതാണ് ഒന്നാമത്തെ മെയിൻ തെറ്റത്. ഇതെല്ലാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ന്യൂസ് ചാനലിലാണെങ്കിലും ഈ അഡ്വക്കേറ്റ്സ് ആണെങ്കിലും പോലീസുകാരാണെങ്കിലും ഇതൊക്കെ രാഹുൽ ഈശ്വറിൻ്റെ ഇതൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ രാഹുൽ ഈശ്വർ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് നിർത്തുകയാണെങ്കിൽ നിർത്തിയാൽ മതിയായിരുന്നു. പക്ഷേ രാഹുൽ ഈശ്വർ അടുപ്പിച്ച് എല്ലാ ദിവസവും വീഡിയോ ഇട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനർത്ഥം ഞാൻ രാഹുൽ ഈശ്വറിനെയോ രാഹുൽ മാങ്കൂട്ടത്തിനെയോ തെറ്റ് പറയില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും തെറ്റ് ആ പെൺകുട്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പെൺകുട്ടി ചെയ്തിട്ടുണ്ട്, അത് ഉറപ്പാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, രാഹുൽ മാങ്കൂട്ടത്തിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് വെച്ചാൽ ആളൊരു ജനപ്രതിനിധിയാണ് അല്ലേ. ആ ജനപ്രതിനിധിയോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ജനപ്രതിനിധിയോട് നമ്മളൊരു സത്യസന്ധതയൊക്കെ കുറവാണെങ്കിലും ഒരു വ്യഭിചരിക്കാൻ വരുന്ന പെൺകുട്ടിയാണെങ്കിലും ആ പെൺകുട്ടി ഒരു കംപ്ലൈൻറ്റുമായിട്ട് വന്നാൽ അങ്ങനെ നീ എല്ലാവർക്കും കൊടുക്കുന്നതല്ലേ, എനിക്കും തരൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ശരിയാണോ? ശരിയല്ല എന്നാണ്. കാരണം ഒരു ജനപ്രതിനിധിയോട് പറയാൻ വരുന്ന കാര്യങ്ങൾ ആ പ്രശ്നങ്ങൾ തീർക്കും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ അതിനെ മുതലെടുത്തിട്ട് സംസാരിച്ച് ആ വഴിക്ക് കൊണ്ടുപോയത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തെറ്റ് തന്നെയാണ്. അതിനർത്ഥം ആ പെൺകുട്ടി തെറ്റ് ചെയ്തതല്ല. പെൺകുട്ടിക്ക് ആവശ്യമില്ലാതെ മാരേജ് കഴിഞ്ഞൊരു പെൺകുട്ടി ഇങ്ങനെ പോകുമ്പോൾ വളരെ ചിന്തിക്കണം. ഇപ്പോഴത്തെ പെൺകുട്ടികളത് വ്യക്തമായിട്ട് ചിന്തിക്കണം. ഇത് എന്താ സംഭവിച്ചാൽ തന്നിഷ്ടം കാണിച്ച് നടക്കുന്ന പെൺകുട്ടികൾ കുറേ എണ്ണമുണ്ട്. നിങ്ങൾക്കെന്താണ്, ഞാൻ തന്നിഷ്ടം കാണിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട്. ആ ഗണത്തിൽപ്പെടുന്നൊരു പെൺകുട്ടി മാത്രമായിട്ടാണ് നമുക്കിതിൽ തോന്നുന്നത്. വേറൊന്നും ഇതിനെ പ്രത്യേകിച്ച് നമ്മൾ ഇതിനെ ന്യായീകരിച്ച് പെൺകുട്ടി വലിയ സത്യസന്ധതയായിട്ടുള്ള നിറകൂടമായിട്ടുള്ള ആ പെൺകുട്ടിയുടെ കൂടെ എന്ന് നിൽക്കുന്ന അതിൻ്റെ ഒന്നും ആവശ്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല.
പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ ഇതെല്ലാം തെറ്റാണ്. അതാണ് രാഹുൽ ഈശ്വറിനെ പറ്റിയ തെറ്റ്. ഒന്നാമത്തെ തെറ്റ് അത്രയും മോശമായിട്ട് സംസാരിച്ചു. പിന്നെ രണ്ടാമത് ഇതിലേക്ക് വഴിത്തിരിവായിട്ട് പോയത് സന്ദീപ് വാര്യറിൻ്റെ ഒരു പോസ്റ്റാണ്. സന്ദീപ് വാര്യറിൻ്റെ പോസ്റ്റ് വായിച്ചതാണ്. സന്ദീപ് വാര്യർക്ക് കുറച്ച് ആലോചിക്കണമായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള നിയമം ഇങ്ങനെയാണ്. അപ്പോൾ രാഹുൽ ഈശ്വർ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ, അല്ല രാഹുൽ ഈശ്വർ ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലാണ് നിങ്ങൾ സത്യം പറയൂ എന്ന് പറഞ്ഞത്. അപ്പോൾ സന്ദീപ് വാര്യർ ആ പോസ്റ്റെങ്കിലും ഡിലീറ്റ് ആക്കിയ ശേഷം ചെയ്യാമായിരുന്നു. സന്ദീപ് വാര്യർ ചിലപ്പോൾ അത് അത്രയ്ക്ക് ചിന്തിച്ചിട്ടുണ്ടായല്ലോ, ഒരു വർഷം മുൻപിട്ട ഫോട്ടോയല്ലേ എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് സന്ദീപ് വാര്യർ ചിന്തിക്കണമായിരുന്നു. പിന്നെ ഇതെല്ലാം ആണ് നമ്മളുടെ ഇവർ കാണുന്നത്, നമ്മുടെ നിയമം കാണുന്നത് എന്താണ് ഇതുപോലെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, രാഹുൽ ഈശ്വറിന് കിട്ടുന്ന ലൈക്കും ഷെയറും കമൻസുകൾ കാണുമ്പോൾ ഈ സമൂഹത്തിലുള്ളവരെ എല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നു, ആ പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം നമ്മുടെ നിയമം, ഒരു നശിച്ച നിയമം അങ്ങനെ ആയിപ്പോയല്ലോ. ആൺകുട്ടികളുടെ പേരും എല്ലാം വെളിപ്പെടുത്തി നശിച്ച് നാരായണക്കല്ലായി പോയാലും പെൺകുട്ടികളുടെ പേരും വിവരവും വെളിപ്പെടുത്താൻ പാടില്ല. ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വെളിപ്പെടുത്താൻ പാടില്ല, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു പന്ന നിയമമായി പോയില്ലേ നമ്മുടെ അവിടെ. അതാണ് സംഭവിച്ചത്. പിന്നെ രാഹുൽ ഈശ്വർ അങ്ങനെ ആ പേര് വെളിപ്പെടുത്തിയതിൽ നിന്നും ഇങ്ങനെ വെളിപ്പെടുത്തി സന്ദീപ് വാര്യർ പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ കല്യാണം കഴിച്ചു, കല്യാണത്തിന് പോയി ഗുരുവായൂർ വെച്ച് താലി കെട്ടി, ഇതൊക്കെ പറയുന്ന സമയത്ത് അവിടെ ഒരു പോസ്റ്റ് ഉണ്ടാവുമ്പോൾ ആ പോസ്റ്റ് മറച്ച് വെക്കണം എന്നുള്ളൊരു സാമാന്യ ബോധം കുറച്ച് സന്ദീപ് വാര്യറിന് വേണമായിരുന്നു. സന്ദീപ് വാര്യർ അതും ചെയ്തില്ല. അപ്പോൾ ഇത് എന്താണ് എല്ലാവരും ഉദ്ദേശിക്കുക? ടാർഗറ്റ് ചെയ്തതാണ്, ടാർഗറ്റ് ചെയ്തിട്ട് അടിച്ചതാണ്, ടാർഗറ്റ് ചെയ്തിട്ട് ആ പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്തിട്ട് പറഞ്ഞതാണ് എന്ന് മാത്രമേ തോന്നുള്ളൂ. അങ്ങനെ തോന്നിയതാണ് ഈ ഇഷ്യൂ ഉണ്ടാവാനുള്ള മെയിൻ കാരണം. പിന്നെ അടുത്തത്, ഈ രാഹുൽ ഈശ്വറിനെ പോലീസുകാരെ വിളിച്ചിട്ട് പോകാൻ വരുമ്പോൾ രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഒരു കോമഡി ആയിപ്പോയി. കാരണം കാക്കക്കോയിലിൽ ചാവി അവിടെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലൊരു കോമഡി ആയിപ്പോയി. അത് ഇന്നലെ കണ്ടപ്പോൾ എല്ലാവരും രസിച്ചിട്ടുണ്ടാവും, ചിരിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഞാൻ ലാപ്ടോപ്പ് ആദ്യം പറഞ്ഞു, കള്ളം പറഞ്ഞു, ലാപ്ടോപ്പ് ഇല്ല എന്ന് പറഞ്ഞു, ജോലി സ്ഥലത്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞുകൊണ്ട് ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ലാപ്ടോപ്പ് ഒളിച്ച് വെക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കാണുകയല്ലേ, ഇതെല്ലാം ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ആളുകൾ. അതായത് ജഡ്ജി ആണെങ്കിലും ആരായാലും കണ്ടുകൊണ്ടിരിക്കുന്ന നിയമം ഇതിൽ കാണുകയല്ലേ. അപ്പോൾ ഇയാളിനെ പുറത്ത് വിട്ടാൽ ഈ ആൾ മറച്ച് വയ്ക്കും എന്നല്ലേ വിചാരിക്കുകയുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം, തെറ്റുകളെല്ലാം ഇതാക്കിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ പെൺകുട്ടീനെ തേജോവധം ചെയ്യും എന്നല്ലേ വിചാരിക്കുകയുള്ളൂ. അങ്ങനെയാണ് രാഹുൽ ഈശ്വറിന് വീണ്ടും ജാമ്യം കിട്ടാതാകാനുള്ള കാരണം. പിന്നെ മൂന്നാമത്തെ കാരണം എന്ന് തോന്നുന്നത്, രാഹുൽ ഈശ്വർ വരുമ്പോഴും പോകുമ്പോഴൊക്കെ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഞാൻ ഇനിയും സംസാരിക്കും, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇനിയും സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ രാഹുൽ ഈശ്വർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ ഈശ്വർ സംസാരിക്കേണ്ട ആവശ്യമില്ല. ന്യായം സംസാരിച്ചോ, ആ പെൺകുട്ടിയെ താഴ്ത്തിക്കെട്ടേണ്ട ആവശ്യമില്ല. തെറ്റ് രണ്ടാളും ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലും, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചോ, അതിനർത്ഥം ആ പെൺകുട്ടിയെ താഴ്ത്തിക്കെട്ടണമെന്നല്ലല്ലോ. തെറ്റ് ചെയ്തു രണ്ടാളും തെറ്റ് ചെയ്തു, അതുകൊണ്ട് അങ്ങനെ പോയി, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ പുറത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലാതെ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, മീഡിയയിൽ ലൈവായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കോടതിയും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ ന്യൂസെല്ലാം. അപ്പോൾ രാഹുൽ ഈശ്വറിനെ പുറത്ത് വിട്ടാൽ എന്ത് ചെയ്യും? അതൊരു തോന്നിയിട്ടുണ്ടാവും. പിന്നെ അടുത്ത കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോഴും കിട്ടാതിരിക്കുമ്പോൾ എങ്ങനെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളിനെ പുറത്ത് വിട്ടാൽ എന്ത് ചെയ്യും, എന്ത് സംഭവിക്കും? പിന്നെ എന്താണ് അതിജീവിത എന്ന് നമ്മൾ പറയില്ലെങ്കിലും അതിജീവിതയ്ക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ഓട്ടോമാറ്റിക്കായി ചിന്തിച്ച് പോവും. അതാണ് അവിടെ ജാമ്യം കിട്ടാതിരിക്കാനുള്ള അവസ്ഥയായിട്ട് തോന്നിയത് എനിക്ക്. അത് എന്താ ചോദിച്ചാൽ, രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോ കണ്ടറിയാം, ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിച്ച പോലെയാണ് തോന്നിയത്. അതായത് നമ്മളൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ട്, നമ്മളൊക്കെ കുറേ എണ്ണത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പക്ഷേ ഒരു കാര്യമുണ്ട്, അതിൽ ഇത്രയും കാര്യം ഇതെല്ലാം നമ്മൾക്ക് തോന്നുന്നത്, ഒരുപാട് ജനങ്ങൾക്ക് തോന്നുന്നതാണെങ്കിലും നിയമം എന്താണെന്ന് രാഹുൽ ഈശ്വറിന് നന്നായി അറിയാമല്ലോ. അപ്പോൾ രാഹുൽ ഈശ്വർ പറയേണ്ടായിരുന്നു. കാരണം ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി മനസ്സിലായി,
ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടാൻ ഡൗട്ടാണെന്ന് നമുക്ക് ഇപ്പോൾ തോന്നി തുടങ്ങി. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കാൻ വന്ന രാഹുൽ ഈശ്വർ അകത്താണ്. ഇനി എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടും? വളരെ ഡൗട്ടാണ്. കാരണം അങ്ങനെയാണെങ്കിൽ സംസാരിക്കാൻ വന്ന വാദിപ്രതിയായ രീതി ആയില്ലേ ഇപ്പോൾ. കാരണം ഇത്രയ്ക്ക് പിന്നെ ആക്രോശിച്ച് അങ്ങനെ ആ പെൺകുട്ടിനെ അങ്ങോട്ട് താറടിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഒരാൾ മാത്രമല്ല തെറ്റ് ചെയ്തിരിക്കുന്നത്, രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സാധാരണക്കാരനാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതെല്ലാം അംഗീകരിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ ജനപ്രതിനിധിയോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ വേറെ രീതിക്ക് എടുത്ത് പിന്നെ പ്രേമിച്ച് വശത്താക്കി ഗർഭിണിയാക്കി പ്രേമിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതോടെ പൊക്കൂടെ. ഈ ഗർഭിണിയാക്കണം എന്ന് പറയുമ്പോൾ അതൊരു സൈക്കോൻ്റെ ഒരു ലെവലിലേക്ക് പോയില്ലേ. അതായത് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്ന് പറയുമ്പോൾ അതെന്താ സത്യമെന്ന് നമുക്ക് അറിയുകയില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കിത് 4 മാസം മുമ്പ് സംഭവിച്ച കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളോട് ഒന്ന് പറയണമായിരുന്നു, മീഡിയയിൽ വന്ന് പറയണമെന്ന്, എനിക്കിങ്ങനെ തെറ്റ് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് പറഞ്ഞ കാര്യം നമ്മളോട് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നം അത്ര വഷളാവില്ല. നമ്മളോട് മീൻസ് മീഡിയയിൽ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്ര വഷളാവില്ലായിരുന്നു. അതും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ വന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ.